ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മാളുട്ടിയുടെ ഡേ ആണ്. അപ്പോൾ എന്താ കാര്യങ്ങളൊക്കെയെന്ന് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു വിശേഷമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ മാള് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ബാക്കി ആൾക്കാരെ എന്താ ചെയ്യുന്ന നോക്കിയിട്ട് തരാം. അപ്പോൾ ഇത് അമ്മ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചട്നിയും പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ നിച്ചു ഹായ് പറഞ്ഞേ. നിച്ചു ഭയങ്കര ദേഷ്യത്തിലും അമ്മമ്മ ഇങ്ങനെ ഫോണിലാണ്. അപ്പോൾ അതേ മാള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇഡ്ഡലിയാണ്, ചട്നിയും പിന്നെ ചമ്മന്തി ഉണ്ട്. അപ്പോൾ മാളുവിൻ്റെ അച്ഛൻ മുകളിലാണ് കേട്ടോ, അമ്മയൊക്കെ. പിന്നെ രണ്ടാമത്തെ ചേട്ടൻ കുളിക്കുകയാണ്, ചേച്ചി കുളിച്ചിട്ടില്ല, വല്യമ്മ അറിയില്ല എവിടെയാണെന്നറിയില്ല. അപ്പോൾ നമ്മുടെ തുണ്ടും എവിടെയാണെന്നറിയില്ല. പിന്നെ കുളിക്കാൻ പോവാണ്. സമയം ഇപ്പം ഇത്തിരി നേരം വൈകിയെങ്കിലും ഇപ്പോഴാണ് നമുക്ക് നേരം കിട്ടിയത് പല്ലേക്കാനും കുളിക്കാനൊക്കെ. അപ്പോൾ ബായ്. ചേച്ചി ഇതേ മഞ്ഞളൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കാട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഞങ്ങളൊരു മുന്തിരി കളറുള്ള ഡ്രസ്സാണ് എല്ലാവരും എടുത്തേക്കണത്. അപ്പം നമുക്കതൊക്കെ ഇട്ടിട്ട് കാണാം ഗൈസ്. ഹായ് ഗൈസ്. അപ്പം ഞങ്ങൾ കുളിച്ച് ഒരുങ്ങിയിട്ടുണ്ട്. ചേട്ടൻ ചേച്ചി ഞങ്ങളെല്ലാവരും ഒരേ കളറാണ് ഡ്രസ്സ്. അപ്പു ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പം ആൾക്കാർ വന്ന കാരണം എന്താ റൂട്ടി കുട്ടീനെയും ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവരെ കൊണ്ടൊക്കെ ഞാൻ തോൽക്കുന്ന തോന്നണേ. അപ്പം കുറച്ച് പേരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തുണ്ടു ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണ്ടുവിന് ഞാനാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കണത്. നമുക്ക് മേക്കപ്പൊക്കെ കഴിഞ്ഞ് തുണ്ടുവിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതേ ബന്ധുക്കളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതവളെ കുളിപ്പിക്കാനാണ് കൊണ്ടുപോകണത്. അപ്പോൾ എല്ലാവരും തലയിൽ ഇത്തിരി എണ്ണ തേച്ചിട്ട് ഒരു കിണ്ണത്തുകൊണ്ട് 3 വട്ടം വെള്ളം ഒഴിക്കലാണ് ആദ്യത്തെ ചടങ്ങ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യണത് അവളുടെ അമ്മായിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവൾ കുളിക്കാൻ കയറി കേട്ടോ. കുളിക്കാൻ കയറിയിട്ട് അവൾ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വീട്ടിലേക്ക് വരാം. പിന്നെ നിലവിളക്ക് പിടിച്ചിട്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ അതേ അവളും പിന്നെ അച്ചമ്മയും കൂടിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഗായ്സ്, അപ്പം അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മള് മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അടുത്തത് മാളുവിൻ്റെ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ ഇവിടെ മേക്കപ്പാണ്. അപ്പോൾ ഇത് മേക്കപ്പ് നമുക്കിപ്പോൾ ചെയ്യുന്നത് കുട്ടിയുടെ സ്വന്തം മാമിയാണ് മേക്കപ്പ് ചെയ്യണത്. അവളൊരു ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ മേക്കപ്പിലേക്ക് തുടങ്ങിയേക്കാണ്. മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി മേക്കപ്പിന്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മാളൂട്ടിയുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവൾ റെഡി ആയിട്ട് സുന്ദരിക്കുട്ടിയായിട്ട് നിന്നിട്ടുണ്ട്. ഈ പട്ടുപാട അവളുടെ അമ്മ എടുത്തു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ മാളൂൻ്റെ ഫ്രണ്ട്സ് ഇതേ ഒരാൾ ഉപന്യാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ അവളെ ഹോളിൽ കൊണ്ട് ഇരുത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മധുരം കൊടുക്കലും കവളത്ത് ഇങ്ങനെ മഞ്ഞൾ വരയ്ക്കലൊക്കെയാണ്. അപ്പോൾ ഈ ചടങ്ങിൽ തന്നെയാണ് നമ്മൾ സ്വർണം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ മധുരം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം. അപ്പം അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞത് അവർ ഫാമിലി ആയിട്ടൊരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മായി ചേച്ചിമാർ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാളൂട്ടി ഞാനും എൻ്റെ രണ്ടാമത്തെ ചേച്ചിയായിട്ട് സെൽഫി എടുക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് കൂട്ടുകാരും പിന്നെ കൂട്ടുകാരുടെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഇതേ മാളൂട്ടി ഡ്രസ്സൊക്കെ ഇതവളുടെ അച്ചെടുത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതേ മാളൂട്ടിയുടെ ബെസ്റ്റ് 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അമ്മ തന്നെ സാരി എടുത്തിട്ടുണ്ട്. ഇത് ചേച്ചി അവിടെ ഫോട്ടോ എടുക്കണം കേട്ടോ. ചേച്ചിയുടെ അപ്പം നിച്ചും മാളും എല്ലാവരൊക്കെ ഇപ്പോൾ പന്തലിലാണ്. അപ്പം അവിടെ പോയിട്ട് കാണാം, ഫുഡ് കഴിക്കാം. അപ്പോൾ കഴിച്ചു. അപ്പം ഞങ്ങൾ ഏതാ സ്ഥലത്തിൻ്റെ പേര്? പന്തല്, പന്തല്. തൊട്ടപ്പുറത്ത് പന്തലിട്ടില്ല. അപ്പം അങ്ങോട്ട് പോവാ. ഇതെൻ്റെ അമ്മേരെ പോസ്റ്റ്. അപ്പം അങ്ങനെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ തന്നെയാണ് കേട്ടോ പന്തലൊക്കെ കെട്ടിയേക്കണത്. അപ്പോൾ നമ്മുടെ തുണ്ടുവിനെ കാണാൻ നല്ല സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലേ. പിന്നെ 2 ചേട്ടന്മാർ ഭയങ്കര പണിയിലാണ് കേട്ടോ. ഒരാൾ ഇല വളമ്പിലും മറ്റാൾ കറി വളമ്പിലൊക്കെ ആയിട്ടിരിക്കുകയാണ്. സദ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ സദ്യ നല്ല രസമുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ തന്നെയാണ് ഓർഡർ കൊടുത്തത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മുടെ തുണ്ടുവാണെങ്കിൽ ഫേസൊക്കെ കണ്ട വിഷമിച്ചിട്ടേ ഇരിക്കണം. കാരണം അവൾക്ക് കുറേ സമ്മാനം ഗിഫ്റ്റൊക്കെ കൊടുക്കണുണ്ട്. അപ്പോൾ നമ്മുടെ തുണ്ടൂസിന് ചെറിയൊരു കുശുമ്പ് അല്ല തൊണ്ട് മൈൻഡ് ചെയ്യണമെങ്കിലില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അമ്മ തുണ്ടൊക്കെ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ അതായത് നമ്മുടെ നിച്ചും എൻ്റെ രണ്ടാമത്തെ ചേച്ചി മാളൊക്കെ വരുന്നുണ്ട്. അപ്പം അവരെ കാണിച്ചു ഹാപ്പി ബർത്ത്ഡേ.
പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മണി ആവണേക്കാൾ മുന്നേ ചേച്ചിയും ചേട്ടനൊക്കെ എത്തി. ഇതെൻ്റെ വില്ലിച്ചൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ അവർ വർക്കിൻ്റെ ഇതുകൊണ്ട് അവർ ജോലി കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തിയത്. അപ്പോൾ അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനിയും കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ ഇന്ന് വർക്കിൻ്റെ ഇതുകൊണ്ട് കുറച്ച് പേര് ഇങ്ങനെ രാത്രിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഉടുപ്പ് നമ്മുടെ മാളൂട്ടിക്ക് ഇന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവൾക്ക് അവളുടെ മാമ തന്നതാണ്, ബിന്ദ മാമ തന്നതാ. ഇതെൻ്റെ മേമ തന്നതാ, വച്ചമേമ തന്നത്. ഇതെൻ്റെ അമ്മായി തന്നതാട്ടാ. ഇതെൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. പിന്നെ ഒരുപാട് ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ പൈസയാണ് കിട്ടിയത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഡ്രസ്സിലേക്ക് കാണാം അല്ലേ. അപ്പോൾ ഡ്രസ്സ് കാണിച്ചു തരാം. കിട്ടിയ ഡ്രസ്സാട്ടാ. അപ്പോൾ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ മാളൂട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ. ഇത് ഇത്രയും ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് പൈസ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനിയും കിട്ടും. ഇന്ന് രാത്രി ആൾക്കാർ വരും. അവർക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ധാവണി സെറ്റാണ്. ധാവണി. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ്. ഹായ് ഗൈസ്, അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതേ നമ്മുടെ ഇവളിപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സൈക്കിളൊക്കെ ചവിട്ടാൻ പോയിട്ട് ഇപ്പോൾ ഒന്നുള്ള ഇതുണ്ടോ മാളും ഇന്നത്തെ പരിപാടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൊണ്ടുവരാ എനിക്ക് അവൾക്ക് കുറേ ചേച്ചിക്ക് കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവൾക്ക് ചെറിയൊരു കുശുമ്പ്. സാരില്ല, നമുക്കിത് തുണ്ടുവിനും ഇനിയും വരുമല്ലോ ഇവളുടെ ഡേ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ ഓക്കെ, ബൈ.